ഫൈനലി നമ്മുടെ വിൻഡോസിൻ്റെ 26H2 വെർഷൻ എന്ന് പറഞ്ഞാൽ വിൻഡോസിൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ നമുക്കൊരു ഡെവലപ്പർ ഓപ്ഷനിൽ തന്നിട്ടുണ്ട് മൈക്രോസോഫ്റ്റ്. മീൻസ് നമ്മുടെ നോർമൽ യൂസേഴ്സിന് ഇതുമായിട്ടും കിട്ടിയിട്ടില്ല. ബട്ട് നമുക്കിപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ ഇൻസൈഡർ പ്രിവ്യൂവിൽ പോയിട്ട് നമുക്ക് ഇതിനൊരു ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ഇതിൻ്റെ ISO ഇമേജ്. മീൻസ് ആസ് എ ഒരു ഡെവലപ്പർ എന്ന രീതിയിൽ ഇപ്പോൾ ടെസ്റ്റിങ്ങിന് വേണ്ടിയാണ് ഇങ്ങനെ ഫീച്ചർ മൈക്രോസോഫ്റ്റ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ISO ഫയൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. വളരെ സിമ്പിളാണ്. ബട്ട് നിങ്ങൾക്കൊരു മൈക്രോസോഫ്റ്റ് ഐഡി എന്തായാലും ഉണ്ടായാൽ പറ്റൂ. കാരണം നമ്മൾ മൈക്രോസോഫ്റ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ടാണ്, വേറെ തേർഡ് പാർട്ടി വെബ്സൈറ്റിൽ നിന്നാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്. ഈ വെബ്സൈറ്റിൽ നിന്നാണ് നമ്മൾ നമ്മുടെ ലേറ്റസ്റ്റ് വിൻഡോസ് വെർഷൻ ഡൗൺലോഡ് ചെയ്യുന്നത്. നമ്മുടെ ഇൻസൈഡർ പ്രിവ്യൂ വെബ്സൈറ്റാണ്, വിൻഡോസിൻ്റെ ഒഫീഷ്യലാണ്. സോ നിങ്ങൾക്കൊരു മൈക്രോസോഫ്റ്റ് ഐഡി വേണം. ഞാൻ പറഞ്ഞത് ഇവിടെ ലോഗിൻ ചെയ്യാം. ഓൾറെഡി ലോഗിൻഡാണ്. നമ്മൾ ജസ്റ്റ് താഴത്തോട്ട് വന്നാൽ ഇവിടെ നമുക്ക് എഡിഷൻ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഈ ഒരു വെർഷനാണ്. മീൻസ് നമ്മുടെ എക്സ്പീരിമെൻ്റൽ ബിൽഡ് ഇതാണ്. നമ്മുടെ 26H2ൻ്റെ എക്സ്പീരിമെൻ്റൽ ബിൽഡ്. ആഫ്റ്റർ ദാറ്റ് നമ്മളിവിടെ ഇംഗ്ലീഷിൻ്റെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കൊടുക്കുക. ദെൻ കൺഫേം. ഓക്കെ, നമ്മുടെ ഡൗൺലോഡ് ലിങ്ക് ഇവിടെ വിസിബിൾ ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ISO ഇമേജ് ഡൗൺലോഡ് ചെയ്യാനുള്ള പെർമിഷൻ. അപ്പോൾ നമുക്ക് ജസ്റ്റ് സേവ് ആസ് കൊടുത്ത് നമ്മുടെ ഫയൽ ലൊക്കേഷൻ കൊടുത്ത് ഡൗൺലോഡ്സിലേക്ക് ഞാൻ സേവ് ചെയ്യുന്നത്. ദെൻ സേവ്. ഓക്കെ, നമ്മുടെ ISO ഇമേജ് ഒരു 8 GB അടുത്തുണ്ട് കേട്ടോ. മീൻസ് കുറച്ച് സൈസ് കൂടുതലാണ്.